പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ സ്നാപക യോഹന്നാൻ്റെ ഒരു സ്വഭാവ സവിശേഷത ഗുണം മാതൃക നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പോലും അഴിക്കാൻ ഞാൻ യോഗ്യനല്ല, അവൻ എന്നേക്കാളും വലിയവനാണ്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, അവൻ വലിയവനാകുകയും ഞാൻ കുറയുകയും ചെയ്യണം, അവൻ വളരുകയും ചെയ്യണം, ഞാൻ കുറയണം. സ്നാപകനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം വല്ലതുമുണ്ടോ? നമ്മൾക്ക് ഈ ഗുണമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മളെക്കാളും വലിയവരുടെയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും തന്നെ മുൻപിൽ, വലിയവരുടെ എന്നല്ല, സമൂഹത്തിൽ, നമ്മുടെ ഭവനത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ ഇടവക പള്ളികളിലായാലും തന്നെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇവരെക്കാളുമൊക്കെ വലിയവൻ അല്ലേ ഞാൻ? അങ്ങനെ നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അവനങ്ങനെ വലിയവനാകാൻ ശ്രമിക്കുന്ന, മറ്റുള്ളവരെ അതോടൊപ്പം താഴ്ത്താനും ശ്രമിക്കുന്നു. ഇവിടെ യോഹന്നാൻ സ്നാപകൻ്റെ ഈ സവിശേഷത നമ്മളിലുണ്ടോ? അതോ നമ്മൾ നേരെ തിരിച്ചാണോ? ഞാൻ ഈ പറഞ്ഞതുപോലെ അഹങ്കാരം നമ്മളെ മുഴുവനായിട്ട് സാത്താൻ നമ്മളെ അഹങ്കാരം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ് അവിടെ അപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ധാരാളം കൺവെൻഷനുകളിലും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദിവ്യ ബലിയിലെല്ലാം നമുക്ക് ഒരുപാട് നിയോഗങ്ങളൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നമ്മളിലേക്ക് എന്നിട്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, നമുക്ക് ഒരു നന്മയും ഉണ്ടാകുന്നില്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമ്മൾക്ക് പരാതി ഉണ്ടാകും. കാരണം നമ്മൾക്കൊരു മാറ്റവും ഇല്ല. അതിൻ്റെ കാരണം ഇതാണ്, പ്രാർത്ഥന ഫലമുണ്ടാകാത്തത്. നമ്മൾ ആ അഹങ്കാരം, മറ്റുള്ളവരിലും വലിയവരാണ്, ഞാനാണ് വലിയവൻ എന്നുള്ള നമ്മുടെ ആ അഹങ്കാരം, ആ സ്വഭാവത്തിനാണ് അഹങ്കാരം. അഹം, ഞാൻ എന്നുള്ള ഭാവം, അഹങ്കാരം, രൂപത്തിൽ, ആകാരം എന്ന് പറഞ്ഞാൽ രൂപം പ്രാപിക്കുക. അപ്പോൾ അഹങ്കാരം തന്നെ, അഹം എന്നുള്ള ഭാവം രൂപം പ്രാപിച്ച് ഞാനെന്നുള്ള രൂപത്തിൽ ആയിത്തീരുന്നവനാണ് ഞാൻ എങ്കിൽ ദൈവകൃപ ഒരിക്കലും ഒഴുകിയെത്തത്തില്ല. അതിനുള്ള തടസ്സം അതാണ്. കാര്യങ്ങൾ ഒന്നും നടക്കത്തില്ല, നമ്മുടെ നിയോഗങ്ങൾ നടക്കത്തില്ല. അതിനുള്ള തടസ്സം ഇതാണ്. നമ്മളുടെ എളിമയും വിനയവും യോഹന്നാൻ സ്നാപകനെ പോലെ ഇവയില്ലാത്തവനിൽ ദൈവം ഒരിക്കലും പ്രസാദിക്കയില്ല. പ്രാർത്ഥന കേൾക്കാൻ പറ്റത്തില്ല ദൈവത്തിന്. നമ്മളെ പ്രഭാഷകൻ പുസ്തകം 35:8 പറയുന്നുണ്ട്, നീതിമാൻ്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു, അതിൻ്റെ സുഗന്ധം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാൻ്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു, അതിൻ്റെ സുഗന്ധം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനകളുടെ, നമ്മുടെ നിയോഗങ്ങളുടെ ഫലം ഉണ്ടാകാത്തത് എന്തുകൊണ്ട്? അത് സാധിക്കാത്തത് എന്തുകൊണ്ട്? എന്നിൽ അഹങ്കാരമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ലൂക്കാ 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യത്തിലും പറയുന്ന ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയുടെ കാര്യം അതും കൂടെ വായിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ഫരിസേയൻ്റെ കൂട്ടുള്ള അഹങ്കാരം, ഞാൻ ഇവനെ പോലല്ല, ഇവരെക്കാളൊക്കെ ഞാൻ വലിയവനാണ്. ദൈവം ആ പ്രാർത്ഥന കേട്ടില്ലെന്ന് വിശുദ്ധ ലൂക്കാ സമർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ആത്മശോധന ഉണ്ടാകണം ഈ കാര്യത്തിൽ. അതിന് ദൈവ സഹായവും കൃപയും നമ്മളെല്ലാവരിലും ഉണ്ടാകട്ടെ. ആമേൻ.